16-ാം നൂറ്റാണ്ടിൽ കുറുക്കനും കുറുനരിയും കാട്ടുമൃഗങ്ങളും കൂട്ടമായി വസിച്ചിരുന്ന സ്ഥലം ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹം അനുഭവിക്കാൻ ഈ പുണ്യസ്ഥലത്ത് എത്തുന്നു. ഈ പുണ്യസ്ഥലം തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ വേളാങ്കണ്ണി എന്ന തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിന്റെ പിന്നിലെ ചരിത്രം നാം അറിയണം. 3 തവണ ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇവിടെ കടന്നു ചെല്ലുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ ആത്മീയ സാന്നിധ്യം അനുഭവിക്കാനും ഉദ്ദിഷ്ടകാര്യം സാധിക്കാനും കഴിയുന്നു എന്നത് ഒരത്ഭുതമായി തുടരുന്നു. അവിടെ ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഹൈന്ദവ ബാലനായിരുന്നു. അണ്ണാപിള്ള എന്ന തെരുവിനടുത്തുള്ള കുറ്റിക്കാട്ടിലൂടെ ധനാഢ്യനായ ഒരു മനുഷ്യന് പാല് കൊടുക്കാനായി ആ ബാലൻ നടന്നു പോവുകയായിരുന്നു. നടന്ന് മടുത്ത ആ ബാലൻ അവിടെയുള്ള ഒരു കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ആൽമരച്ചോട്ടിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരമ്മയും കുഞ്ഞും കടന്നു വന്നു. അമ്മയുടെ മുഖം പ്രകാശിതമായിരുന്നു. ആ അമ്മ തന്റെ കുഞ്ഞിന് കുടിക്കാൻ പാൽ ആവശ്യപ്പെട്ടു. ആ ബാലനാകട്ടെ പാൽ മുഴുവൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ തന്റെ കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് ബാക്കി വന്ന പാൽ ബാലനെ ഏൽപ്പിച്ചു. ധനവാനായ ആ മനുഷ്യന്റെ അടുത്തെത്തിയപ്പോൾ കുട്ടി സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. ആ മനുഷ്യൻ കുട്ടിയെ വഴക്ക് പറഞ്ഞ് പാൽപാത്രം തുറന്നു നോക്കിയപ്പോൾ പാത്രം നിറഞ്ഞ് പാൽ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. വേഗം ആ മനുഷ്യൻ ആ ബാലൻ വിശ്രമിച്ച സ്ഥലത്തേക്ക് എത്തിയപ്പോഴും അവിടെ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിൻ്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നും അവിടെ എത്തുന്നവർക്ക് ആൽമരവും കുളവും കാണാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ആ കുളം അറബിക്കടലിനടുത്തായിട്ടും ആ വെള്ളത്തിന് ഉപ്പുരസമില്ല എന്നതും ആ വെള്ളത്തിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളും രോഗശാന്തിയും ഇന്നും ജനത്തിന് അത്ഭുതമായി തുടരുന്നു. ശേഷം അതിനോട് അടുത്ത നാളുകളിൽ തന്നെ വേളാങ്കണ്ണിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ഹൈന്ദവനായ മുടന്തുള്ള ഒരു കുട്ടി മോര് വിൽക്കുകയായിരുന്നു. ഒരിക്കൽ ഒരു അമ്മയും കുഞ്ഞും അവന്റെ അടുക്കൽ വന്ന് തന്റെ കുഞ്ഞിന് കുടിക്കാൻ മോര് ആ മുടന്തനായ ബാലനോട് ചോദിച്ചു. അവൻ അവൾക്ക് കൊടുക്കുകയും അവൾ അത് ആ കുഞ്ഞിന് നൽകുകയും ചെയ്തു. എന്നിട്ട് അവൾ അവനോട് പറഞ്ഞു, താൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിയാൻ നാഗപട്ടണത്തിനടുത്തുള്ള ഒരു മനുഷ്യനോട് പറയണം. അപ്പോൾ അവൻ പറഞ്ഞു, തനിക്ക് മുടന്താണ്, നടക്കാൻ കഴിയില്ല. അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ അവനെ സുഖപ്പെടുത്തി. ഈ സംഭവത്തിൽ നിന്നാണ് വേളാങ്കണ്ണി മാതാവ് ആരോഗ്യ മാതാ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഉടൻ തന്നെ അവൻ പരിശുദ്ധ അമ്മ കൊടുത്ത സന്ദേശം ആ മനുഷ്യനോട് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ട പരിശുദ്ധ അമ്മയുടെ രൂപം തന്നെയാണ് താനും കണ്ടത് എന്ന കാര്യം അദ്ദേഹത്തെ അവൻ ഓർമ്മിപ്പിച്ചു. പിന്നീട് അദ്ദേഹം പുല്ലുകൊണ്ട് ഒരു ദേവാലയം അവിടെ നിർമ്മിക്കുകയും അവിടെ ആരാധനയും പ്രാർത്ഥനയുമൊക്കെ നടന്നു പോരുകയും ചെയ്തു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം പോർച്ചുഗീസ് നാവികർ ഓസ്ട്രിയയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്നു. യാത്രക്കിടയിൽ കടൽ പ്രക്ഷുബ്ധമായി. ഇത് കണ്ട നാവികർ പരിശുദ്ധ അമ്മയോട് ഒരു വാഗ്ദാനം ചെയ്തു. തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ട് തങ്ങൾ ഏതു തുറമുഖത്തെത്തുന്നോ അവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങളൊരു ദേവാലയം പണിയും. പെട്ടെന്ന് തന്നെ കാറ്റും മഴയും ശമിച്ചു. കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്കടുത്തു. പിന്നീട് അവർ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള പുല്ലുകൊണ്ടുള്ള ദേവാലയം പൊളിച്ച് മനോഹരമായ ദേവാലയം അവിടെ പണിതു. കാനായിൽ ഇടപെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തന്നെയാണ് വേളാങ്കണ്ണിയിലും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം രൂപപ്പെട്ടത്. ഇന്നും ഇവിടെ വരുന്ന നാനാജാതി മതസ്ഥർക്ക് പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹം അനുഭവിക്കാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാനും സഹായിക്കുന്നു എന്നത് ഒരു സത്യമായി തുടരുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.